ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗിങ് വീഡിയോയും കാര്യമൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയും കാര്യമൊക്കെയാണ്. ഗൈസ് നമ്മളിപ്പോൾ നെന്മാറ എത്താറേയും തോന്നുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മൾ 1 മണിക്കൂർ 35 മിനിറ്റ് ഉണ്ട്. 1:47 PM എത്തും. 38 കിലോമീറ്ററിന് ഇപ്പോൾ സമയം കാര്യങ്ങളൊക്കെ 12:29 ഗൈസ്. അപ്പോൾ കുറേ ദൂരങ്ങളുണ്ട് ഗൈസ്. ഇപ്പോൾ അവിടെ തന്നെ മലകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു മല ഗൈസ് ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മലയുടെ മുകളിലാണ് എത്തേണ്ടത്. അത് നല്ല ഹൈ ഉണ്ട്, മേഘത്തിൻ്റെ അത്രയ്ക്കൊക്കെ ഉണ്ട് അത്. ഇപ്പോൾ ഗൈസ് അപ്പോൾ നമുക്കൊന്ന് എൻ്റെ ഒരു അറിവ് വിചാരിച്ചിട്ട് നമ്മുടെ നെല്ലിയാമ്പതിൻ്റെ ഹിൽസ് സീ ലെവലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 467 meters to 1572 meters ഉണ്ട്, അല്ലെങ്കിൽ 1585 meters ഉണ്ട് ഹിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഹിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാത്ത ആൾക്കാരാണെങ്കിൽ ഗേസ് നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗേസ്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യും. 4K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഗേസ്. അപ്പോൾ ഗേസ് കുറച്ച് ദൂരം കൂടി ഉണ്ട്, 1.5 മണിക്കൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. അപ്പോൾ അത്ര നേരം നമുക്ക് ഈ വഴികളൊക്കെ ഒന്ന് കണ്ടോക്കാം. അവിടെ പശുക്കളൊക്കെ കിടക്കുന്നുണ്ട് ഓരോ സ്ഥലത്തൊക്കെ. പിന്നെ മലകളുണ്ട്, ഒരു ചെറിയ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനേക്കാളും വലുതായിരിക്കും ഇനി വരാൻ പോണ മലകൾ ഗൈസ്. ആ അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ആ സ്ഥലത്ത് മലകളുണ്ട് ഗൈസ്. നല്ല ഫോഗി ആയിട്ടാണ് മല കിടക്കുന്നത്. നല്ല ഫോഗി ആയിട്ടാണ് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ നല്ല ഫോഗിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. ഇവിടെ ടൗണിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇനി ടൗൺ കഴിഞ്ഞിട്ട് ഇനിയും മുതൽ എനിക്ക് കാടാകുന്നുണ്ട്. നെന്മാറയാണ് ഗൈസ്. അപ്പോൾ നെന്മാറ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ കുറേ കടകളുണ്ട്, ഫുഡിൻ്റെ കടകളൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഓരോ ചായക്കടകൾ, പോസ്റ്ററുകളെല്ലാം ഉണ്ട് ഗൈസ്. ക്ലിനിക്കൊക്കെ ഉണ്ട് അവിടെ ഗൈസ്. ക്ലിനിക്കൊക്കെ ഉണ്ട്, മൊബൈലിൻ്റെ കട, മുടിവെട്ട് കട, ഡ്രസ്സ് കട, ഫുഡ് ഹോട്ടല്, അതൊക്കെ ഈ സ്ഥലത്തുണ്ട് ഗൈസ്. ഇങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് നല്ല രസമാണ് ഗൈസ്. നിങ്ങളൊരു 1 day ട്രിപ്പ് മേലൊക്കെ പോകുമ്പോൾ
നിങ്ങൾക്ക് ഈ ഫീലിംഗ് കേരളമൊക്കെ ഉണ്ടാകും ഗൈസ്. നല്ല കാട്ടിവിടെ എസ്പെഷ്യലി നെല്ലിയാമ്പതിക്ക് കേരളമൊക്കെ പോകുമ്പോൾ ഗൈസ്. ഞങ്ങൾ നെൽമാറയിൽ നിന്ന് നെല്ലിയാമ്പതി റോഡിൽ കേരളമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് അവിടെ നിന്ന് ഒരു മലയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. കാണാൻ പറ്റണം, സ്കോപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഗൈസ്. ഒരു വലിയ മലയും കാര്യങ്ങളൊക്കെയാണ്. ആ മലയുടെ മുകളിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ എത്താൻ പോകുന്നത് ഗൈസ്. അപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിയിലും കാര്യങ്ങളൊക്കെ നോക്കും മല. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് ഗൈസ് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ഫുള്ളായിട്ട് കാണാൻ മറക്കല്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് ഇനി 20 മിനിറ്റ് ആയിട്ട് ഗൈസ്. 19 ഗൈസ്. പിന്നെ 29 കിലോമീറ്റർ കൂടി ഉണ്ട് ഗൈസ്. നമ്മൾ എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ നെന്മാറയാണ് ഗൈസ് ഒരു കാണിക്കുന്നത് ഗൈസ്. 1 hour 20 minutes. 30 kilometers. അവിടെ ക്ലിയർ ആയിട്ട് മല കാണാനുണ്ട് ഗൈസ്. ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റുള്ള. അപ്പൊ ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മള് പോത്തുണ്ടി ഡാം കഴിഞ്ഞു എന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു അതാണ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഗൈസ്. ഒന്നുകൂടി കാണാൻ പോലെ ഗൈസ്. മലകളൊക്കെ ഇങ്ങനെ കാണും, നല്ല ഭംഗിയുണ്ട് ഗൈസ്. നേച്ചറായിട്ടുള്ള മരങ്ങൾ, നിറച്ച മരങ്ങളാണ് കൂട്ടിക്കെട്ടി പോലെ. നമ്മൾ നേരത്തെ കണ്ട മല പോലത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ മലകളൊക്കെ നിൽക്കുന്നത് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു പാടുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. കാര്യങ്ങളൊക്കെ ഈ മരം കയറി വന്നു ഗൈസ്. പിന്നെ അവിടെ ഒരു തോട്ടം, നല്ല തോട്ടം. നമ്മൾ കുറേ ഇങ്ങനെ വഴികളൊക്കെ പോയി നല്ല പച്ചപ്പൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ നല്ല രസമാണ് ഗൈസ്. ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ച വരും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാട് പോലത്തെ സ്ഥലത്തും കളിക്കുകയാണെങ്കിൽ ഒറ്റക്കട ഗൈസ്. അവിടെ കണ്ട ഗൈസ് മലകളൊക്കെ കാണുമ്പോൾ നല്ല രസം ഗൈസ്. ഞാൻ പറഞ്ഞാൽ ശരിയല്ല ഗൈസ്, മലകളൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും ഗൈസ്. എസ്പെഷ്യലി നല്ലൊരു നെന്മാറയിലെ നെല്ലിയാമ്പതി. അത് മേഘത്തുമ്പ ടച്ച് ചെയ്യണ്ട് ഗൈസ്. ക്ലിയർ ആയിട്ട് ഗൈസ് കാണാൻ മേഘത്തുമ്പ കറക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കണത്. ഇതാ കണ്ട ഗൈസ് വലിയ മലകൾ ഗൈസ്. ഞാൻ നെല്ലിയാമ്പതിയിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചെറുപ്പമായിരുന്നു. എനിക്ക് 7 വയസ്സുള്ള സമയത്തായിരുന്നു ഗൈസ്. 2001 എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. പിന്നെ ആ സമയത്ത് എനിക്ക് 7 ആയിരുന്നു ഗൈസ്. ഇപ്പം എനിക്ക് 11 വയസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 4 വർഷത്തിന് ശേഷം ഗൈസ് നമ്മൾ വീണ്ടും കാണാണ് ഗൈസ്. എന്താ വ്യൂ കണ്ട ഗൈസ്. നിങ്ങൾ എത്ര ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ നേച്ചർ ഇഷ്ടമായില്ലെങ്കിൽ ഞാനൊന്നും പറയില്ല ഗൈസ്. പിന്നെ എന്നിട്ടാ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇത്ര വീഡിയോ കാണുമ്പോൾ ഞാൻ ലൈക്കാണ് പോകാൻ പാടില്ല ഗൈസ്. ഒരു ലൈക്ക് കിട്ടിയിട്ട് പോയാൽ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ലൈക്ക് കിട്ടിയാൽ എനിക്കൊരു സന്തോഷമുണ്ട് ഗൈസ്. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടാൽ മതി ഗൈസ്. പിന്നെ ഇഷ്ടമാണെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. ഓർക്കുകയാണെങ്കിൽ എടുത്താണ് ഗൈസ്. എന്തായാലും ഉടനെ വന്നതല്ല. അപ്പോൾ ഗൈസ് നമ്മൾ പോത്തുണ്ടി ഡാമും കൂടി പ്ലസ് കാണാണ്ട് പോവാണ് ഗൈസ്. ഇതിവിടെയാണ് ഗൈസ് പോത്തുണ്ടി ഡാമും കാര്യങ്ങളൊക്കെ ശരിക്കുള്ളത് ഗൈസ്.
കയറിയിട്ടുണ്ട്. ആ സ്റ്റെപ്പും കൂടി കയറിയിട്ട് അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഡാമിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇവിടേക്ക് കുറച്ച് വർഷം വന്നിട്ടുണ്ടായിരുന്നു ഗേസ്. ഞാൻ പറഞ്ഞില്ലേ ഗേസ്, ഞാൻ ഇത്രയും 7 വയസ്സുള്ള സമയത്ത് കാറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗേസ്. പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. അവിടെ ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഗേസ്. നല്ലൊരു എൻജോയിങ് ആയിരുന്നു ഗേസ് കളിക്കാൻ. നല്ല രസം ഉണ്ടായിരുന്നു ഗേസ്. ഇവിടെ നിന്ന് ആ സ്റ്റെപ്പ് കയറി ഫുള്ള് കയറി പോകാൻ ഗേസ്. അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, കടയൊക്കെ ഉണ്ട് ഗേസ്, കഴിക്കാൻ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ നിറച്ച് നല്ല പച്ചപ്പ് ഗേസ്. പച്ചപ്പ് എനിക്ക് ഇഷ്ടമാണ് ഗേസ്. അപ്പോൾ പുല്ലുകളൊക്കെ വളർത്തിയാണ് കാരണം ഷേപ്പിൽ വെട്ടിയുണ്ട് ഗേസ്. പിന്നെ അവിടെ പൈപ്പിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഗേസ്. ഇവിടെ ഒരു ഇതായിട്ടാണ് കയറ്റം കയറി പോകണം ഗേസ് നമ്മൾ. അവിടെ ഒരു മലയുണ്ട് ഗേസ്. അപ്പുറത്തൊരു മലയുണ്ട് ഗേസ്. ഈ സ്റ്റെപ്പ് ഫുള്ളൊന്ന് കയറി കഴിഞ്ഞിട്ട് കാണാൻ നമ്മളെ തറയിട്ടുണ്ടെങ്കിൽ കുറേ നടക്കേണ്ടി വന്നു. നമ്മൾ തന്നെ ഇപ്പം തന്നെ ഇത്ര ദൂരം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സ്റ്റെപ്സ് കൂടി ഉള്ളത് ഗേസ്. ഇപ്പം തന്നെ വയ്യാണ്ടായി. ഇതുകൊണ്ട് ഇങ്ങനെ ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റും ഗേസ്. ഓക്കെ ഗേസ്, നിറച്ച് മലകളാണുള്ള വെച്ചിട്ട് ഗേസ്. ഡാം ഗേസ്. ഇതൊക്കെയാണ് ഗേസ് വ്യൂ കാര്യങ്ങളൊക്കെ ഗേസ്. ഇനി നമ്മൾ തിരിച്ച് നെല്ലിയാമ്പതിക്കും കാലൊക്കെ പോകാൻ പോവാണ് ഗേസ്. അപ്പോൾ ഗേസ് നമുക്ക് തിരിച്ച് ഗേസ് അവിടെ എന്തൊരു പാർക്കും ഉണ്ട്. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് ഗേസ്. അവിടെ ഗേസ് ഒരു പ്ലെയിൻ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. ഇവിടെ വെള്ളം ഗേസ്. വെള്ളം തുറന്നു വിടുന്ന സ്ഥലം എവിടെയാണെന്ന് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അറിയില്ല ഗേസ്. ഇത് നല്ല ഭംഗിയുണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ. പാർക്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നെല്ലിയാമ്പതിയിൽ പോകണം. ഞങ്ങളിനി അടുത്തൊരു കട്ടിൽ കാണും ഗേസ്. ഞങ്ങളിനി നെല്ലിയാമ്പതിയും കാര്യങ്ങളൊക്കെയാണ് പോകണം ഗേസ്. അപ്പോൾ ഇനി നേരിട്ട് ഒന്നും നോക്കില്ല ഗേസ്, നമ്മൾ നെല്ലിയാമ്പതിക്കാണ് പോകണം. അപ്പോൾ ഗേസ് നമ്മൾ പോകണം. നമ്മൾ നെല്ലിയാമ്പതിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഇവിടെ പോസ്റ്റർ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വെൽക്കം ടു നെല്ലിയാമ്പതി ഗേസ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകണ്ട ഗേസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ കാട്ടുപോത്തും കാണാൻ നിൽക്കുന്നുണ്ട് ഗേസ്. ഇവിടെ കുറച്ച് കുരങ്ങേണ്ട പിക്ചേഴ്സ് ഗേസ്. നമ്മൾ കാട്ടിലാണ് നിൽക്കണം ഗേസ്. ഇവിടെ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് 5 മണിക്ക് ഇവിടെ എത്തണം ഗേസ്. അവിടെ നിന്ന് 4 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ 5 മണിക്ക് ഞങ്ങൾക്ക് എത്തണം ഗേസ്. നമ്മളിങ്ങനെ കാട്ടിൽ കിടക്കെ നിൽക്കണം ഗേസ്. നമ്മളിപ്പോൾ കാട്ടിലും കാര്യങ്ങളൊക്കെയാണ് നിൽക്കണത്. നമ്മൾ കഴിഞ്ഞോട്ടാ വന്നപ്പോൾ ഗേസ് ട്രാവലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇതായിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. എനിക്ക് സ്ഥലം കാരണം ഗവൺമെൻറ് ഗേസ്. ഞാൻ ചെറുപ്പത്തിൽ പോയപ്പോൾ ഓർമ്മയുണ്ട്. ഇതാണ് ടിക്കറ്റ്. നമ്മൾ 5 മണിക്ക് തിരിച്ചു വരണം. ഇതാണ് ടിക്കറ്റ് കേസ്. നമ്മൾ 5 മണിക്ക് എത്തണം കേസ്. ഇത് ക്ലിയർ ആകത്തത് ഞാൻ ഒന്ന് ക്ലിയർ ആക്കുന്നത് കാണാണ്ട കേസ്. ഓൺ ടൈം ഇൻ ടൈം ഇപ്പോഴത്തെ ടൈം ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് 1:22 അപ്പോൾ ഔട്ട് ബൈ 5 മണിക്ക് നമ്മൾ തിരിച്ചു വരണം ഗൈസ്. 4 വീലർ കാറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോ ഫീഡിങ് അനിമൽസ് റൂൾസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോ ഫീഡിങ് അനിമൽസ്, നോ പാർക്കിംഗ് വെഹിക്കിൾസ് ഓൺ ദ സൈഡ് റോഡ്, നോ ലിറ്ററിങ് പ്ലാസ്റ്റിക് ഇൻ ദ ഫോറസ്റ്റ്. ഇവിടെ പോസ്റ്ററുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ കാട്ടുകടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ടൈം പറഞ്ഞു. ഇങ്ങനെ ഒരു ഡാർക്ക് ഭയങ്കര. ഇപ്പോൾ ആദ്യം നല്ലൊരു ഇതായിരുന്നു, നല്ല വണ്ടികളുടെ സൗണ്ടും ഇതായിരുന്നു. ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയി ഗേസ്. ഉണ്ടോ ഗേസ്?
നമ്മുടെ വണ്ടിയുടെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് കണ്ട ഗൈസ് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അടിയിലൊക്കെ. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോകണം ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ടൂറിസ്റ്റ് 2 പേരാണ്. എൻ്റെ പാപ്പൻ്റെ കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. ഇതേ ഒരു ട്രാവലർ വന്നു കൊടുക്കുന്നത്, സ്കൂട്ടർ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇത് കാരണം കാണാൻ പറ്റണില്ല ഗൈസ്. അവിടെ ഒരു മല ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട മലയില്ലേ അത് കടയൊക്കെ ആയിരിക്കും ഗൈസ് നമ്മൾ പോകുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. നമ്മള് കാട്ടിൽ കൂടെ ഒക്കെ എത്തിയപ്പോൾ ഗൈസ് ഇതവിടെ കുരങ്ങന്മാരിരിക്കുന്നുണ്ട് ഗൈസ്. അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ നോക്കിയേക്കാണ് ഗൈസ്. 3 ഉണ്ടായിരുന്നു ഗൈസ്. ഒരെണ്ണം അടിയിലിരിക്കണേന്ന്, ഒരെണ്ണം അതിൻ്റെ അകത്ത് ഇരിക്കണേ, 2 അടിക്കാൻ പോയി ഗൈസ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്. അത്രയ്ക്ക് കുഴപ്പമില്ലാത്ത വെള്ളച്ചാട്ടമാണ് ഗൈസ്. എന്തായാലും ഇതാണ്. അവിടെ നല്ല വലിയ മലകളൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നല്ലൊരു വ്യൂ. നമ്മൾ കുറേ ദൂരം വന്നതിന് ശേഷം ഗൈസ് നമ്മളിതേ ഗൈസ് ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഒരു നല്ല വ്യൂ പോയിന്റ് കാലൊക്കെ കിട്ടണം ഗൈസ്. എന്നാല കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ഗൈസ് നിങ്ങൾക്ക്. ഞാൻ കണ്ടു ഗൈസ് വ്യൂ പോയിന്റ് ഗൈസ്. നമ്മുടെ ഡാമില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഡാം, ഇവിടെ ഗൈസ് ഒരു വലിയ മലയുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡാം ഗൈസ്. ആ ഡാമിൻ്റെ ഇത് കാണാനുണ്ട്. ഡാം നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വ്യൂ പോയിന്റിങ്ങെല്ലാം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വന്നു കൊടുക്കുന്നത് ഗൈസ്. നമ്മളത് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് വ്യൂ കാര്യങ്ങളൊക്കെ ഗൈസ്. നമ്മൾ നല്ല മലയുടെ മുകളിൽ പിന്നെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇത് കാണാനാണ് ഞങ്ങളിലേക്ക് വന്നെടുക്കുന്നത് ഗൈസ്. അടുത്ത വ്യൂ പോയിന്റ് അടുത്തെത്തി. ഇവിടെ ഒരു മരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെല്ലിമരം ഗൈസ്. എന്നോട് വ്യൂ അടുത്ത വ്യൂ നമ്മൾ നേരത്തെ ആ അറ്റത്ത് നിന്നായിരുന്നു എടുത്തത്. ആ അറ്റത്തുനിന്ന് ഇപ്പോൾ ഈ അറ്റത്തേക്ക് വന്നിട്ടുണ്ട്. ഓരോറ്റത്ത് ഓരോ വ്യൂ പോയിന്റ് ഉണ്ടാവും ഗൈസ്. അതൊക്കെ ഒന്ന് കല്ലുമ്മിൽ നിന്ന് കാണാൻ പറ്റും ഗൈസ്. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നെല്ലിയാമ്പതി ഞങ്ങൾ പോയി, അവിടെ നിന്ന് വന്ന് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ ബൈ ബൈ.